ഇതാണ് കുത്തിയ സ്ഥലം. ഭയങ്കര വേദന എനിക്ക്. എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കടന്നൽ, തേനീച്ച, അത് മറ്റു പ്രാണികളൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നീരും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ കയ്യിൽ എന്തോ ഒരു പ്രാണി കുത്തി കയ്യിൽ നീരും വേദനയും ചൊറിച്ചിലും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. അപ്പം ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതേപോലെ ഹോം റെമഡീസ് എന്ന് പറയുന്ന പേജിൽ സുഹൃത്തുക്കൾ പങ്കുവച്ച കുറച്ച് ടിപ്സുകളും കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ടിപ്സുകൾ പങ്കുവച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുത്തിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നീളമുള്ള ഒരു മുടി എടുത്തിട്ട് രണ്ടറ്റവും വലിച്ചു പിടിച്ചിട്ട് കുത്തിയ ഭാഗത്തു കൂടി നന്നായിട്ട് ഉരസുക. അപ്പോൾ കടിച്ച പ്രാണിയുടെ കൊമ്പ് എന്തെങ്കിലും ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് മാറിക്കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേദനയൊക്കെ കുറയുകയും ചെയ്യും. നമ്മുടെ കയ്യിലേക്ക് കുത്തിയിരിക്കുന്നത് ഒരു ആസിഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയും നീറ്റലും ചൊറിച്ചില എന്താണെന്ന് പറയാൻ പാടില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് എൻ്റെ കയ്യിൽ പുരട്ടാനായിട്ട് ഒരു പച്ചമരുന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മൾ ഒരു 3 തണ്ട് തുളസിയില എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, പിന്നെ ഒരു മുക്കുറ്റി. ഇത്രയാണ് നമ്മൾ എടുത്തിരുന്നത്. വേരുൾപ്പെടെയുള്ള മുക്കുറ്റിയുടെ പ്ലാന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ പറമ്പിൽ നിൽക്കുന്ന സമയത്ത്, മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് കുത്തിയതെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഇടയ്ക്കിങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് നീറ്റലും അസ്വസ്ഥതയൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അതിലെ മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കാനായിട്ട് പോകേണ്ടത്. അരകല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചതച്ച് എടുത്താലും മതി. ഇപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും ഇല്ല എങ്കിൽ ഒന്നാണോ ഉള്ളത് അല്ലെങ്കിൽ രണ്ടാണോ ഉള്ളതെങ്കിൽ വിഷമിക്കേണ്ട. അതെടുത്തിട്ടും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് അരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ വേണം ഇത് അരയ്ക്കാനായിട്ട്. മിക്സി ചൂടാവുകയും ചെയ്യും. മിക്സി ചൂടാവുകയും ചെയ്യും, ഗുണം കുറയും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചതച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മൾ കടന്നലോ അല്ലെങ്കിൽ എട്ടുകാലിയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്രയോഗിക്കാം. അതേപോലെ തന്നെ ഉള്ളിലും നമുക്ക് തുളസിയുടെയും മഞ്ഞളുടെയും കൂടി നീര് ചേർത്ത് കാച്ചി പാല് കാച്ചി നമുക്കത് കുടിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ അരച്ച് നല്ല പെർഫെക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രാണി കുത്തിയ ഭാഗത്ത് നന്നായിട്ട് തന്നെ പൊതിഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഇതിപ്പോൾ കൈത്തണ്ടയിൽ, അതായത് കൈമുട്ടിൻ്റെ ആ ഒരു പുറകിലെ ഭാഗത്തായി മുകളിലെ ഭാഗത്തായതുകൊണ്ട് ഇപ്പോൾ എനിക്കത് അവിടെ വെച്ചിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കെട്ടി വയ്ക്കുന്ന കൂടിയുണ്ട് കേട്ടോ. അല്ല നമ്മുടെ ശരീരഭാഗത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കെട്ടിവയ്ക്കാൻ പറ്റാത്ത ഭാഗത്താണെങ്കിൽ കെട്ടിവയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിതിപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. എന്തു തന്നെയായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ആ നീരൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ മാക്സിമം പോയ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് കാലത്തൊക്കെ കയ്യിൽ എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ചുണ്ണാമ്പ് പുരട്ടുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അങ്ങനെ മുറുക്കുന്ന ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചുണ്ണാമ്പൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഒന്നും ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി തൊലി പൊളിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എവിടെയാണോ കുത്തേറ്റ ഭാഗത്ത് അവിടെ നന്നായിട്ട് കുറച്ച് സമയം പ്രസ് ചെയ്ത് വെക്കുക. ആ ഒരു രീതി ചെയ്യുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഒരല്പം തേനിൽ ചാലിച്ച് പുരട്ടുന്നത് സൂപ്പറാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പല കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരെണ്ണം ഒരാൾക്ക് ഇല്ലയെന്ന് ഓർത്തിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് ട്രൈ ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്താലും മതിയാകും. ഈ വീഡിയോ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗം വരുന്നൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഈ ഒരു പ്രശ്നം നിങ്ങൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി
നോക്കിയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അത് വീഡിയോ കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.